സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ, തുടരുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കേരളം കണ്ട ഞെട്ടിക്കുന്ന ക്രൂരതകൾ പരിശോധിക്കുകയാണ് നമ്മൾ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. ട്രെയിൻ യാത്രയ്ക്കിടെ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം സ്വദേശി സാനിഷാണ് കേസിലെ പ്രതി. പാലരുവി എക്സ്പ്രസിൽ വെച്ചായിരുന്നു അതിക്രമം. സംഭവം നടന്ന അന്ന് തന്നെ പുനലൂർ റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ഈ മാസം 7-നാണ് കേസിനാസ്പദമായ സംഭവം. കുടുംബവുമൊത്ത് തമിഴ്നാട്ടിൽ നിന്നും എടത്വ പള്ളിയിലേക്ക് തീർത്ഥാടനത്തിന് എത്തിയതായിരുന്നു കുട്ടി. ഇവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് പോകാൻ തിരുവല്ലയിൽ നിന്നും പാലരുവി എക്സ്പ്രസിൽ കയറി. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന രക്ഷിതാക്കൾ ഉറങ്ങിക്കിടന്ന സമയം പ്രതി കുട്ടിയെ എടുത്തുകൊണ്ടു പോവുകയും ലൈംഗികാതിക്രമം കാണിക്കുകയുമായിരുന്നു. അപ്പൂപ്പനൊപ്പമാണ് കുട്ടി കിടന്നത്. മറ്റൊരു യാത്രക്കാരുടെ ശ്രദ്ധയിൽ സംഭവം പെടുകയും തുടർന്ന് ഇവർ റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ റെയിൽവേ പോലീസ് പ്രതി സാനിഷിനെ കസ്റ്റഡിയിലെടുക്കുകയും കുട്ടിയുടെയും യാത്രക്കാരുടെയും രക്ഷകർത്താക്കളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. റെയിൽവേ പോലീസ് SHO പ്രദീപ് PKയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. സി മലയാളം ന്യൂസ്, കൊല്ലം. പത്തനംതിട്ട അടൂരിൽ 28-കാരിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. യുവതിയുടെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ വിനോദാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 15-നാണ് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതിയെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ വിനോദ് പീഡിപ്പിച്ചത്. ഓട്ടോറിക്ഷയിൽ കയറിയ യുവതിയെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പീഡനത്തിന് ഇരയാക്കി നഗ്നദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് സംബന്ധിച്ച് യുവതി സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടൂർ പോലീസിനും പരാതി നൽകിയിരുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് കേസെടുത്ത അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അതേസമയം കഴിഞ്ഞ മാസം 28-ന് യുവതിയെ ടാങ്കർ ലോറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. യുവതി പ്രതിയുടെ ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞതിൽ പ്രകോപിതനായിട്ടായിരുന്നു മർദ്ദനം. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. സിനിമാ സഹസംവിധായകനെതിരെ മോഡൽ നൽകിയ പീഡന പരാതിയിൽ കേസെടുത്ത മരട് പോലീസ്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. ജോജോ കുരിശിങ്ങലിനെതിരെയാണ് ബലാത്സംഗത്തിന് മരട് പോലീസ് കേസെടുത്തത്. ജോജോ മോൻ എന്ന ജോജോ കുരിശിങ്ങലിനെതിരെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. ഡേറ്റിംഗ് ആപ്പായ ബബിൾ വഴിയുള്ള പരിചയം പ്രതി മുതലെടുക്കുകയായിരുന്നു. ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരുന്നതോടെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ദൃശ്യങ്ങൾ പകർത്തി പ്രതി ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ മൊഴിയിലുണ്ട്. 2 വിവാഹം കഴിഞ്ഞ പ്രതി ഇക്കാര്യം മറച്ചുവെച്ച് തന്നെ വഞ്ചിച്ചതായും യുവതി പറയുന്നുണ്ട്. കേസിൽ പ്രതിയായതോടെ ജോജോ കുരിശിങ്ങൽ ഒളിവിലാണ്. ഒളിവിൽ കഴിയാൻ പ്രതിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നതായും ആക്ഷേപമുണ്ട്. വന്യമൃഗത്തെ കൊന്ന ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. സി മലയാളം ന്യൂസ്, കൊച്ചി. ഒറ്റപ്പാലത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. മദ്യപിച്ചെത്തിയ ഭർത്താവ് മണികണ്ഠൻ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. സേലം ആത്തൂർ സ്വദേശിനി 23-കാരി കൃഷ്ണവേണിയാണ് കൊല്ലപ്പെട്ടത്. മെയ് 10-ന് ഒറ്റപ്പാലം അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വാടക വീട്ടിൽ അർദ്ധരാത്രിയോടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സേലം ആത്തൂർ സ്വദേശിനി കൃഷ്ണവേണിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ കഴുത്തിൽ കയറിന്റെ പാട് കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് തുടക്കത്തിലെ സംശയിച്ചിരുന്നു. തുടർന്ന് ഭർത്താവ് സേലം സ്വദേശി മണികണ്ഠനെ തന്ത്രപൂർവ്വം ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃഷ്ണവേണി ദിവസങ്ങൾക്ക് മുൻപ് ജീവനൊടുക്കാൻ ശ്രമിച്ചതിന്റെ പാടാണ് കഴുത്തിൽ കണ്ടതെന്നാണ് മണികണ്ഠൻ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തുണികുരുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് സമ്മതിക്കുകയും ചെയ്തു. മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അസ്വാഭാവിക മരണത്തിനുള്ള വകുപ്പുകൾ മാറ്റി കൊലക്കുറ്റത്തിനുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. വാടക വീട്ടിൽ അടുത്ത മുറിയിൽ താമസിക്കുന്നവരാണ് കൃഷ്ണവേണി മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവരാണ് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുന്നത്. സംഭവ സമയം മണികണ്ഠൻ വീടിന് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. മണികണ്ഠൻ സ്ഥിരം മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്നതാണ് സമീപവാസികൾ പറയുന്നത്. ഇത്തരത്തിൽ മദ്യപിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നതാണ് നിഗമനം. സി മലയാളം ന്യൂസ്, പാലക്കാട്.
റിപ്പർ മോഡൽ ആക്രമണമായിരുന്നു അടുത്തിടെ തൃശൂർ പുതുക്കാട് നടന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പ്രതി നടത്തിയ അതിക്രൂര അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മരത്താക്കര സ്വദേശി ഇപ്പോഴും ചികിത്സയിലാണ്. ഡീനസിന്റെ ഭാര്യയുമൊത്ത് ജീവിക്കാനായിരുന്നു പ്രതി ഈ ക്രൂരത നടത്തിയത്. തൃക്കൂർ വില്ലേജിലെ നെല്ലിച്ചോട് ജിംനേഷ്യത്തിന് മുന്നിൽ വച്ച് യുവാവിനെ ചുറ്റിക കൊണ്ട് ഒരാൾ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി ഡീനസ് ഡേവിസ് ആണ് ക്രൂരമായ അക്രമത്തിന് ഇരയായത്. ഡീനസ് ഡേവിസിന്റെ ഭാര്യ സുഹൃത്താണ് പ്രതി. ഇക്കഴിഞ്ഞ 8-ാം തീയതി 7:35 സംഭവം. ഡീനസ് തൃക്കൂർ കൈരളി ബേക്കറി ജംഗ്ഷന് സമീപം നെല്ലിച്ചോട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ജിംനേഷ്യത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയ സിറിൽ 2 മണിക്കൂർ മുമ്പേ തൃക്കൂരിലെത്തി. ജിംനേഷ്യത്തിന്റെ പരിസരത്ത് ഹെൽമെറ്റ് ധരിച്ച് കാത്തിരുന്നു. വർക്കൌട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. ബോധരഹിതനായി താഴെ വീണ ഡീനസിന്റെ തലയിൽ 2 പ്രാവശ്യം കൂടി സിറിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് സിറിൽ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പ്രതി ആദ്യം രക്ഷപ്പെട്ട സൈക്കിൾ ജിമ്മിൽ വന്നയാളുടേതായിരുന്നു. ഇത് തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ നിന്ന് ഇയാൾ സ്വന്തം ബൈക്കെടുത്താണ് രക്ഷപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസിനെ നിയോഗിക്കുകയും ഗ്രൂപ്പുകളാക്കി തിരിഞ്ഞ് മരത്താക്കര, പുതുക്കാട്, കൊടകര, ചാലക്കുടി, ഒല്ലൂർ എന്നീ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. രഹസ്യാന്വേഷണത്തിൽ ഒരു അജ്ഞാതൻ ഡീനസിനെ പിന്തുടരുന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ 24 മണിക്കൂറുകൾക്കകം പിടികൂടുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഡീനസിന്റെ ഭാര്യയുമായി പ്രതിക്ക് ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് ജീവിക്കാനാണ് ഡീനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഡീനസിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇതിനായി ചാലക്കുടിയിൽ നിന്ന് ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ഉദ്ദേശ്യം. സി മലയാളം ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മുക്കത്ത് ക്രൂരമർദ്ദനത്തിനിരയായി ഹോട്ടൽ ജീവനക്കാരൻ. ഉപഭോക്താക്കളെ ഹോട്ടലിലേക്ക് വിളിച്ചു കയറ്റിയതിൽ പ്രകോപിതനായി അയൽപ്പക്കത്തെ കൂൾ ബാർ ജീവനക്കാരനാണ് അക്രമം നടത്തിയത്. മുക്കം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്റ്റാൻഡ് വ്യൂ ഹോട്ടലിലെ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. മരുപ്പച്ച കൂൾബാറിലെ ജീവനക്കാരനായ മുനവർ താജ് സാൻവ്യൂ ഹോട്ടലിലെ ജീവനക്കാരനും കോടഞ്ചേരി മുറമ്പാത്തി സ്വദേശിയുമായ ഫിലിപ്പിനെ പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഫിലിപ്പിനെ തള്ളി വീഴ്ത്തുകയും വലിച്ചിഴച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. അക്രമത്തിൽ ഫിലിപ്പിന്റെ കാലിന്റെ എല്ലിന് ചതവ് സംഭവിക്കുകയും ശരീരമാസകലം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദനത്തിന് പിന്നാലെ കൂൾബാർ ഉടമയുടെ മകൻ ഹോട്ടലിലെത്തി മറ്റു ജീവനക്കാരെയും മർദ്ദിക്കാൻ ശ്രമിച്ചതായും ഹോട്ടൽ അധികൃതർ ആരോപിച്ചു. കൂൾബാറിലേക്ക് വരികയായിരുന്ന ഉപഭോക്താക്കളെ ഫിലിപ്പ് ഹോട്ടലിലേക്ക് വിളിച്ചു കയറ്റിയതാണ് പ്രകോപനത്തിന് കാരണം. ഉപഭോക്താക്കളെ പിടിച്ചുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. ഓട്ടോയ്ക്ക് വഴി കൊടുത്തില്ലെന്ന തർക്കത്തിനൊടുവിൽ ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ ഹോട്ടൽ ജീവനക്കാരനായ യുവാവിനും യുവതിക്കും ഗുരുതര പരിക്കേറ്റു. ചാത്തന്നൂർ സ്വദേശി അഭി, ചിറയൻകീഴ് സ്വദേശി ദിവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാതയോരത്തെ അൽസാജ് ഹോട്ടലിന് മുന്നിലാണ് അക്രമം നടന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതേ ഹോട്ടലിലെ ജീവനക്കാർ പോയ വഴിയിൽ എതിരെ വന്ന ഓട്ടോയ്ക്ക് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ജീവനക്കാർ തിരികെ സ്ഥാപനത്തിന് മുന്നിലെത്തിയപ്പോൾ പ്രദേശവാസിയായ ഷാജി തെറിവിളിയും ഭീഷണിയുമായി പിന്നാലെ എത്തി. ഷാജി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയാണ്. ഇത് ചോദ്യം ചെയ്ത് ജീവനക്കാരനെ പലവട്ടം ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും യുവതി ഇടയ്ക്ക് നിന്ന് പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് ഷാജി വിളിച്ചു വരുത്തിയ ചിലർ സംഭവസ്ഥലത്തെത്തി ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ തറയിൽ വീണ ഇരുവരെയും വീണ്ടും മർദ്ദിച്ചു. തുടർന്ന് റോഡിലുണ്ടായിരുന്ന തറയോടെടുത്ത് ജീവനക്കാരനായ അഭിയുടെ തലക്കടിക്കുകയായിരുന്നു. ചാത്തന്നൂർ സ്വദേശി അഭി, ചിറയൻകീഴ് സ്വദേശി ദിവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജീവനക്കാരനായ അഭിയുടെ തലയിൽ 10 സ്റ്റിച്ചുണ്ട്. യുവതിക്ക് വയറ്റിൽ ചവിട്ടേറ്റു, കൈ ചവിട്ടിയൊടിച്ചു. എന്നാൽ ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചതായി പറഞ്ഞ് ഷാജി ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.
വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം കലാശിച്ചത് മർദ്ദനത്തിലാണ്. ആലപ്പുഴ ബസ് ഡ്രൈവർക്ക് നേരെയായിരുന്നു ദമ്പതികളുടെ അതിക്രമം. ഹെൽമറ്റ് കൊണ്ട് ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം വ്യാപകമായി പ്രചരിച്ചിട്ടുമുണ്ട്. ഹരിപ്പാട് മാവേലിക്കര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെയായിരുന്നു ദമ്പതികളുടെ അതിക്രമം. മൈത്രി ജംഗ്ഷന് സമീപം വെച്ച് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് അശ്രദ്ധമായി ബസ്സിന് മുന്നിലേക്ക് വെട്ടിച്ചു കയറ്റിയത് ഡ്രൈവർ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ ദമ്പതികൾ മുട്ടംകുളത്തിന് സമീപം വെച്ച് ബൈക്ക് ബസ്സിന് കുറുകെ വെച്ച് തടയുകയും തുടർന്ന് ഡ്രൈവറെ പുറത്തേക്ക് വലിച്ചിറക്കുകയുമായിരുന്നു. യുവാവും യുവതിയും ചേർന്ന് കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റുകൾ ഉപയോഗിച്ച് ഡ്രൈവറെ മർദ്ദിച്ചു. മൂക്കിന് പരിക്കേറ്റ ബസ് ഡ്രൈവർ ബേബി ചാക്കോ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഇരുകൂട്ടരും കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, ആലപ്പുഴ. വസ്തുതർക്കത്തിന്റെ പേരിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം. സഹോദരി പുത്രനും സംഘവുമാണ് വെട്ടിയത്. കഴക്കൂട്ടം വാഴപ്പണ്ണി വീട്ടിൽ ഉഷയ്ക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. കമ്പി കൊണ്ടുള്ള അടിയിൽ കൈകാലുകൾക്കും പരിക്കുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ഇതാണ് അക്രമത്തിൽ കലാശിച്ചത്. സമീപത്ത് തന്നെ താമസിക്കുന്ന ഉഷയുടെ സഹോദരി പുത്രനും സംഘവുമാണ് വീട് കയറി ആക്രമണം നടത്തിയത്. കമ്പി കൊണ്ടുള്ള അടിയിൽ ഉഷയുടെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഉഷ. ഉഷയുടെ സഹോദരി പുത്രനായ ദീപുവിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വിവാഹ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല്. ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വരന്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള 10ഓളം പേർക്ക് മർദ്ദനമേറ്റു. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് സംഭവം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി സ്വദേശികളുടെ വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ ശേഷം വിരുന്ന് സൽക്കാരത്തിലായിരുന്നു ബന്ധുക്കൾ. ഏറ്റവും അവസാന ഭാഗത്താണ് വരന്റെ സഹോദരിയും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാനായി എത്തിയത്. എന്നാൽ ഈ സമയം ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ ഇവരിരുന്ന കസേരയിൽ ഭക്ഷണം വിളമ്പാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നു. തുടർന്ന് കാറ്ററിംഗ് തൊഴിലാളികളും കുടുംബാംഗങ്ങളും തമ്മിലുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. എന്നാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അല്ല, വേറെ ടേബിളിൽ പോയി ഇരിക്കാൻ. നമ്മൾ അവരുടെ തൊട്ടടുത്ത മുന്നിലായിരിക്കുന്നത്. പിള്ളേർ അവർ വിളമ്പുന്ന ടേബിളിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ ഈ സംഭവം കൊടുക്കാൻ പറ്റാത്ത എന്നാന്ന് ഞാൻ ഓണറെടുത്ത് ചോദിച്ചു. ആ ഓണറെടുത്ത് ചോദിച്ചപ്പോൾ രണ്ടുപേരും എനിക്ക് തലയ്ക്ക് അടി താഴെ കളഞ്ഞു. വീണപ്പോൾ ഒരു ഇതുണ്ട്, മറ്റേ ചട്ടുകം കൊണ്ട് ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തീരാൻ വേണ്ടി വന്നാൽ പിടിച്ചത് അതേ കയ്യിലടി. എന്നിട്ടാണ് ഇത് പിടിച്ച് അന്നേരം ഒരു ചരുവം കൊണ്ട് ഞാൻ മണ്ടയിൽ അടിച്ചു, താഴെ കളഞ്ഞു. താഴെ കറിയൊക്കെ കളഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. താഴെ വീണപ്പം എന്നെ ഇടിച്ച് ചവിക്കാനാകുമ്പോൾ പിള്ളേർ കയറി പിടിച്ചു. ഇത്രേ ഉള്ളൂ. ഫുഡ് ചോദിച്ചതാണ്. ഇവിടെ വിളമ്പാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായത്. കാറ്ററിംഗ് സാറിനടുത്താണ് മിസ്റ്റേക്ക്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ഇവിടെ വിളമ്പാന്ന് പറഞ്ഞെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. അവരിവിടെ വിളമ്പത്തില്ല, നിങ്ങൾ മാറി സീറ്റ് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് വാക്കുതർക്കം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയാക്കി. അവരാണ് പിള്ളേരെ ഇവിടെയൊക്കെ തന്നെ തല്ലിച്ചു. മർദ്ദനമേറ്റവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകി. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു. സി മലയാളം ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കിന് ഒരു കുറവുമില്ലെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടുകൾ. മലപ്പുറം കുറ്റിപ്പുറത്ത് കിടപ്പുമുറിയിൽ നിന്ന് മാരക ലഹരി മരുന്നായ MDMA-യുമായി 2 യുവാക്കളെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പിലും വൻ മയക്കുമരുന്നാണ് പിടികൂടിയത്. മലപ്പുറം കുറ്റിപ്പുറത്ത് റിയാസ്, അയ്യങ്കല്ലം സ്വദേശി അബ്ദുൾ റഹീം എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ഏകദേശം 28 ഗ്രാമിലധികം MDMA പോലീസ് കണ്ടെടുത്തു. ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇത് എത്തിച്ചിരുന്നത്. റിയാസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. റിയാസിന്റെ ലഹരിമരുന്ന് കൈമാറി മടങ്ങാൻ തുടങ്ങിയ റഹീമിനെ പോലീസ് അപ്രതീക്ഷിതമായി എത്തി പിടികൂടുകയായിരുന്നു. ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാറും ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന NDPS നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. അതേസമയം 66 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായി.
ചെറുകുള സ്വദേശി MP നിഹാൽ, ഞാറ്റുവയൽ സ്വദേശി C അബ്ദുൾ ഫത്താഹ് എന്നിവരാണ് പിടിയിലായത്. MDMA വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നാണ് എക്സൈസ് വ്യക്തമാക്കിയത്. സി മലയാളം ന്യൂസ്, മലപ്പുറം, കണ്ണൂർ. സംസ്ഥാനത്തെ അടുത്തിടെ ഞെട്ടിച്ച കൊലപാതകങ്ങളാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്നത്. അമ്മയെയും സഹോദരനെയും അതിക്രൂരമായി മർദ്ദിച്ചാണ് സജി കൊലപ്പെടുത്തിയത്. 2 കൊലപാതകങ്ങളിലും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിലും പിതാവ് മാത്യുവിന്റെ തിരോധാനമാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്. പ്രതി സജി പിതാവിനെ കൊന്നിട്ടുണ്ടാകാം എന്ന സംശയത്തിൽ അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും കാണാനില്ലെന്ന് കാട്ടി മകൾ സിനി ഏപ്രിലിൽ പോലീസിൽ നൽകിയ പരാതിയാണ് സംഭവങ്ങൾക്ക് തുടക്കം. ഇരുവർക്കുമായി പോലീസ് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ ഇരട്ട കൊലപാതകം എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക് എത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 28-ന് നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കട വീട്ടുവളപ്പിൽ നെടുങ്കണ്ടം പോലീസ് പരിശോധന നടത്തി. തുടർന്ന് വീടിന് സമീപത്ത് കൃഷിയിടത്തിൽ മണ്ണിളകി കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നാലെ നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് സർജന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങളും കണ്ടെത്തി. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഏകദേശം 15 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. തുടക്കം മുതൽക്കേ പോലീസിന്റെ സംശയം കൊല്ലപ്പെട്ട മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നാലെ ഇയാൾക്കായി പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കൃത്യം നടന്ന വീടിന് സമീപത്തെ കൃഷിയിടങ്ങളും പുൽമേടുകളും കേന്ദ്രീകരിച്ച് ഡ്രോണും ഡോഗ് സ്ക്വാഡും ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. ഇതിനിടെ സമീപത്തെ കടയിലേക്ക് സ്വയം ഇറങ്ങി വന്ന സജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തെറ്റ് പറ്റിപ്പോയെന്നും കീഴടങ്ങുകയാണെന്നും സജി നാട്ടുകാരോട് പറഞ്ഞു. ഒച്ചക്ക് വടക്കെന്ന് പറഞ്ഞാ അപ്പൊ കിട്ടി ഓടിവാ ഓടാ മലകൊണ്ട് ഇറങ്ങി കിട്ടി രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു. ആ സ്ഥലത്ത് തന്നെ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏപ്രിൽ 4-നാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും സഹോദരൻ റെജിയുമായുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പ്രതി സമ്മതിച്ചു. വസ്തുതർക്കവും സഹോദരന്റെ മാനസിക പീഡനവുമാണ് കൊലയ്ക്ക് കാരണം. പിതാവ് മാത്യുവിന്റെ മകനല്ല സജി എന്ന് റെജി പലതവണ നിരന്തരമായി ആക്ഷേപിച്ചു. സജിയെ വിവാഹം കഴിക്കാൻ റെജി അനുവദിക്കാതിരുന്നതും പകയ്ക്ക് കാരണമായി. ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. ക്രൂരമായാണ് പ്രതി കൊലകൾ നടത്തിയത്. സംഭവ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ റെജിയും സജിയും തമ്മിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ വാക്കുതർക്കമുണ്ടായി. സജിയാണ് റെജിക്ക് ഭക്ഷണം വിളമ്പിയത്. ഇതിനിടെ വാക്കുതർക്കം മൂർച്ഛിക്കുകയും ചോറ് തട്ടിത്തെറിപ്പിച്ച ശേഷം സജി സഹോദരനെ മർദ്ദിക്കുകയും ചെയ്തു. അവശനായി കസേരയിൽ ഇരുന്ന റെജിയെ കഴുത്തിലൂടെ തോർത്തിട്ട് മുറുക്കി. നിലത്ത് വീണ റെജിയെ മുഖത്ത് ചവിട്ടുകയും ഇടിച്ചും കൊലപ്പെടുത്തി. മകനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അമ്മയെ മർദ്ദിച്ചത്. കയ്യിൽ പിടിച്ച് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞാണ് മേരിക്കുട്ടിയെ കൊലപ്പെടുത്തിയത്. പിന്നാലെ 2 മൃതദേഹങ്ങളും 2 ദിവസം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു വെച്ചു. 3-ാം ദിവസം അർദ്ധരാത്രിയാണ് സമീപത്തെ കൃഷിയിടത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. മൃതദേഹങ്ങൾ വേഗത്തിൽ അഴുകുന്നതിനും ദുർഗന്ധം വരാതിരിക്കുന്നതിനുമായി ഇയാൾ കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. പിന്നീട് ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ താമസിച്ചു. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും കൊലപ്പെടുത്തിയ ശേഷം സജി ദിവസങ്ങളോളം വീട്ടിൽ തന്നെ തുടർന്നു. പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തിയതോടെയാണ് ഒളിവിൽ പോയത്. കൊല്ലപ്പെട്ട റെജിയും പ്രതിയായ അനുജൻ സജിയും മാതാവും മാത്രമാണ് പച്ചടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. സഹോദരിയും മറ്റു ബന്ധുക്കളും വീട്ടിലേക്ക് എത്തുന്നത് ഇവർ തടഞ്ഞിരുന്നു. അയൽക്കാരെയും ഇവർ അടുപ്പിച്ചിരുന്നില്ല. ഇതിനിടെയാണ് 2018-ൽ കാണാതായ പ്രതിയുടെ പിതാവ് മാത്യുവിന്റെ കാര്യത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത്. പിതാവിന്റെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നായിരുന്നു സംശയം. സജി അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ പിതാവിനെയും കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാസ്റ്ററായിരുന്ന ഇദ്ദേഹം ഭാര്യയ്ക്കും മക്കളായ റെജിക്കും സജിക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത്. ഭിന്നശേഷിക്കാരായ ഇളയ മകൾ ജിജിയുടെ ചികിത്സയ്ക്കായി കട്ടപ്പന വെള്ളയാംകുടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയത്. പിന്നാലെ കാണാതാവുകയായിരുന്നു.
CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന നടത്തിയെങ്കിലും പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ല. ഇപ്പോഴുണ്ടായ കൊലപാതകമാണ് മാത്യുവിന്റെ തിരോധാന കേസ് അന്വേഷണം വീണ്ടും പരിധിയിൽ വരാൻ കാരണം. ശൈശവ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട കടുത്ത നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ നിയമങ്ങളെ മറികടന്ന് ശൈശവ വിവാഹങ്ങൾ നടക്കുന്നുമുണ്ട്. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലും അത്തരമൊരു ശൈശവ വിവാഹം നടന്നിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തത്. ഒരു കാരണവശാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹത്തിലേക്ക് നയിക്കരുത് എന്ന കടുത്ത നിയമം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് വീണ്ടും ഇത്തരം വിവാഹങ്ങൾ ആവർത്തിക്കുന്നു? ഇതിന്റെ നിയമവശങ്ങൾ അഡ്വക്കേറ്റ് പ്രവീൺ ഹരിഹരൻ സംസാരിക്കുകയാണ്. നോക്കാം ജൂറിസ്. ഇന്ത്യയിൽ ശൈശവ വിവാഹം കുറ്റകരമാണ്. അതിന് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 എന്ന് പറഞ്ഞൊരു നിയമം 2006 വന്നതെങ്കിൽ പോലും 2006 ശേഷമോ നിയമം നിലവിൽ വന്നതിന് ശേഷമോ അതിനു മുമ്പോ നടന്നിരിക്കുന്ന ശൈശവ വിവാഹങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ കുറ്റകരമാണ്. ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ കേസിൽ 21 വയസ്സിൽ താഴെയുള്ള ഒരാൾ ചൈൽഡായിട്ടും പെൺകുട്ടികളുടെ കേസിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ ചൈൽഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഐദർ ഡിസ്ക്രിപ്ഷനിലുള്ള ചൈൽഡുകൾ തമ്മിൽ ഒരു മാരേജ് നടക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരാൾ ചൈൽഡാണെങ്കിൽ, അതായത് ആൺകുട്ടി 21 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയോ തമ്മിലൊരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ മാരേജ് നാച്ചുറലി നിയമത്തിൻ്റെ കണ്ണിൽ വോയിഡാണ്, അസാധുവാണ്. അപ്പോൾ അങ്ങനെ ഒരു മാരേജ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചൈൽഡ് മാരേജ് ആയിട്ട് കണക്കാക്കും. ചൈൽഡ് മാരേജ് ഇന്ത്യയിൽ വോയിഡാണ്, അസാധുവാണ്. അപ്പോൾ ഇതിൽ ചൈൽഡായിട്ടുള്ള ഒരാൾക്ക് കോടതിയെ സമീപിച്ച് ആ മാരേജിനെ അനൾ ചെയ്യാൻ പറ്റും, അതായത് അതിനെ അസാധുവാക്കാൻ പറ്റും. അങ്ങനെ അസാധുവാക്കാൻ ഈ ചൈൽഡിന് തന്നെ അവരുടെ ഒരു നെക്സ്റ്റ് ഫ്രണ്ട് മുഖേനയോ അല്ലെങ്കിൽ ഗാർഡിയൻ മുഖേനയോ കോടതിയെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ സമീപിച്ച് കഴിയുമ്പോഴത്തേക്കും കോടതി ഈ വിവാഹത്തിൽ ഏതെങ്കിലും ഒരാൾ ചൈൽഡാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി ആ വിവാഹത്തിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കും. ഇനി ചൈൽഡ് മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷവും അവർക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് 2 കൊല്ലത്തിനുള്ളിൽ ഇതിൽ ഈ മാരേജിൽ ഏതെങ്കിലും ഒരു ചൈൽഡിന് കോടതിയെ സമീപിച്ച് ശൈശവ വിവാഹമാണ് നടന്നത് എന്നുള്ള ഗ്രൗണ്ട് കോടതിയെ ധരിപ്പിച്ച് ആ മാരേജിനെ അസാധുവാക്കി കളയാൻ പറ്റും. മാരേജിനെ അസാധുവാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡിവോഴ്സ് അല്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഉള്ള മാരേജിനെ കോടതി ഡിസല്യൂട്ട് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ആ മാരേജ് തന്നെ നിയമത്തിൻ്റെ കണ്ണിൽ അസാധുവായി മാറും. അപ്പോൾ അങ്ങനെ ഒരു കല്യാണമേ നടന്നിട്ടില്ല എന്നുള്ള ലെവലിൽ കോടതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരു വോയിഡബിൾ മാരേജ് കോടതി പ്രഖ്യാപിച്ചതിന് ശേഷം വോയിഡ് മാരേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളോ സ്ത്രീധനമോ തുകയോ സ്വർണമോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഈ ഫീമെയിൽ ചൈൽഡിന് തിരിച്ചു കൊടുക്കാൻ ഈ കല്യാണം ആരാണോ നടത്തിയത് അവരതിന് ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഒരു മെയിൽ അഡൾട്ടാണ് ഒരു ഫീമെയിൽ ചൈൽഡിനെ വിവാഹം ചെയ്തെന്നുണ്ടെങ്കിൽ അയാൾക്ക് 2 കൊല്ലം വരെ ഈ നിയമപ്രകാരം ജയിൽ ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ശൈശവ വിവാഹത്തിന് കൂട്ടുനിന്ന ആൾക്കാർ, അത് പേരൻസ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു ശൈശവ വിവാഹത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ 2 കൊല്ലത്തോളം ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാനുള്ള വകുപ്പും ഈ നിയമപ്രകാരമുണ്ട്. ഇതിനെല്ലാം പുറമെ ഇങ്ങനെ ഒരു ശൈശവ വിവാഹത്തിലുണ്ടായ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കസ്റ്റഡി കോടതിക്ക് ഉചിതമായ ആൾക്കാരിലേക്ക്, കാരണം 2 പേരും മൈനേഴ്സ് ആണെങ്കിൽ ഒരാൾ മൈനർ ആണെങ്കിൽ ആ കസ്റ്റഡി മൈനറിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഉചിതമായ ആ ചൈൽഡിൻ്റെ വെൽഫെയർ മുന്നിലെടുത്തുകൊണ്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾക്ക് കസ്റ്റഡി കൊടുക്കാനും കോടതിക്ക് അധികാരമുണ്ടാവും. അതുപോലെ ഇങ്ങനൊരു മാരേജിലുണ്ടായ കുട്ടികളുടെ ലെജിറ്റിമസി, സപ്പോസ് മാരേജ് അനൽഡായി പോയി, ഒരു ചൈൽഡ് മാരേജ് ഉണ്ടെന്ന് കോടതി കണ്ടു, കോടതി അത് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്തെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മാരേജിൽ ഉണ്ടായ കുട്ടികളുടെ അവസ്ഥ എന്താ? ആ കുട്ടികൾ ലെജിറ്റിമേറ്റ് ചിൽഡ്രനായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അവർ ഫോളോ ചെയ്യുന്ന സക്സഷൻ ലോസ് പ്രകാരമുള്ള ഇൻഹെറിറ്റൻസിനുള്ള എല്ലാ റൈറ്റും ആ കുട്ടിക്ക് ഉണ്ടാകും. അതൊരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആകുന്നില്ല. മാരേജ് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്താലും കുട്ടി ലെജിറ്റിമേറ്റ് ചൈൽഡ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ശൈശവ വിവാഹം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു സിറ്റിസണും 1098 എന്നുള്ള ചൈൽഡ് ലൈനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നുണ്ടെന്നുള്ള അറിയിക്കാൻ പറ്റും. അതുപോലെ കേരള സർക്കാരിൻ്റെ പൊൻവാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം നമ്മൾക്ക് ഈ ചൈൽഡ് ലൈനിൽ ഈ 1098 എന്ന് പറഞ്ഞ നമ്പറിൽ ഹെൽപ്പ് ലൈനിൽ അറിയിക്കുകയാണെങ്കിൽ ഈ അറിയിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു റിവാർഡ് സർക്കാർ തരും. ആ കല്യാണം സർക്കാർ ഇടപെട്ട് നിർത്തലാക്കുകയും ചെയ്യും. അതുപോലെ ഇങ്ങനൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ മൈനറിന് തന്നെ ഒരു കോടതിയെ സമീപിച്ച് ഈ കല്യാണത്തിന് ഇൻജങ്ക്റ്റ് ചെയ്യാൻ പറ്റും. കോടതിക്ക് ഒരു ഇൻജങ്ഷൻ ഉത്തരവ് പ്രകാരം ഈ മാരേജിന് നിർത്തിവെക്കാൻ പറ്റും. ഇതെല്ലാം ഈ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരമുള്ള ഫീച്ചേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ചൈൽഡിനെ മാരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജനറൽ നിയമപ്രകാരമുള്ള ഇപ്പോൾ BNS പ്രകാരമുള്ള
മാരിറ്റൽ റേപ്പ് വരും. കാരണം 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭർത്താവാണെങ്കിൽ പോലും അത് റേപ്പായിട്ട് കണക്കാക്കപ്പെടും. അതുപോലെ പോക്സോ നിയമങ്ങളും അട്രാക്റ്റ് ആവും. പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷയും അങ്ങനെ ഒരു മാരേജ് കോൺട്രാക്ട് ചെയ്ത ആൾക്കും അതിന് കൂട്ടുനിന്ന ആൾക്കാർക്കും എല്ലാം തന്നെ പോക്സോ നിയമപ്രകാരമുള്ള പ്രൊസീഡിങ്സും ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം പുറമെ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, മതപരമായ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസോ റിലീജിയസ് ആയിട്ടുള്ള പേഴ്സണൽ ലോസിനോ ഇങ്ങനെ ഒരു മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ ഈ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടിന് ഉണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ ചൈൽഡ് മാരേജ് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. അങ്ങനെ ഒരു മാരേജിന് യാതൊരു നിയമസാധ്യതയില്ല. അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലെജിറ്റമസി ഉണ്ടാവും. അങ്ങനെ ഒരു വിവാഹപ്രകാരം എന്തെങ്കിലും സ്വത്തുക്കൾ കൈമാറിയിട്ടെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം തന്നെ ഈ ഫീമെയിൽ ചൈൽഡിന് തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. ഈ ഫീമെയിൽ ചൈൽഡിനോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കുമോ അങ്ങനെ ഒരു മാരേജ് നടന്നതിനെ സംബന്ധിച്ച് കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം നിർത്തിവെക്കാനും പറ്റും. ഇതിനെല്ലാം പുറമെ BNS പ്രകാരം റേപ്പിൻ്റെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. പോക്സോ പ്രകാരമുള്ള ശിക്ഷയും കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിതിനെ അറിയിക്കേണ്ട നമ്പർ 1098 എന്നുള്ള ചൈൽഡ് ലൈനിൽ വിളിച്ചിറങ്ങിയാൽ ഇങ്ങനൊരു ശൈശവവിവാഹത്തിന് അറിയിക്കാനും അതിനെ തടയിടാനും സാധിക്കുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.